നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ സ്കിമാറ്റിക്കൊക്കെ വരച്ച് പഠിച്ചു. ഇനി പ്രാക്ടിക്കലായിട്ട് ഒരു സർക്യൂട്ടൊക്കെ ചെയ്ത് തുടങ്ങാം. അതിന് തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് 555 IC വെച്ച് തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഈ ഒരു IC വിലക്കുറവാണ്. പിന്നെ 100 കണക്കിന് സർക്യൂട്ട്സ് നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ആദ്യം ഈ സ്കിമാറ്റിക് ഒന്ന് പരിചയപ്പെടുത്താം. അതിനുശേഷം പിന്നെ ബോർഡിൽ ചെയ്ത് കാണിക്കാം. ഈ 555 IC അതിൻ്റെ ഓരോ പിന്നും അതിൻ്റെ പിൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടാണ്, നെഗറ്റീവ് ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ 8 പോസിറ്റീവ്. ഇതിന് 5 വോൾട്ട് മുതൽ 15 വോൾട്ട് വരെ വർക്ക് ചെയ്യാം ഈ ICക്ക്. പിന്നെ പിൻ നമ്പർ 7 ഒരു റെസിസ്റ്റർ. വാല്യൂ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല, ഏതെങ്കിലും വാല്യൂ കയ്യിലുള്ള വാല്യൂ ഒക്കെ വെച്ച് പരിശീലിച്ചാൽ മതി. ഇവിടെ കൊടുത്തിരിക്കുന്നത് 220K ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് പ്രാക്ടിക്കലിൻ്റെ സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 7 പോസിറ്റീവിലോട്ട് ഒരു റെസിസ്റ്റർ കൊടുക്കുന്നു. 7 അതുപോലെ 6 ഒരു 22K കൊടുത്തു. 6ഉം 2ഉം പിന്നെ നമ്മൾ ഷോർട്ടാണ്. അവിടുന്ന് അതേ പോയിൻ്റിൽ നിന്ന് ഒരു കപ്പാസിറ്റർ 10 MFD അല്ലെ 1 MFD ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. പിന്നെ LED 2 വേണമെന്നില്ല. 3 ഔട്ട് എന്ന് പറയുന്നത്. ഈ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ അത് പോസിറ്റീവിലേക്ക് കൊടുത്തു, റെസിസ്റ്റർ വഴി കൊടുത്തിരിക്കും. കാരണം 5 വോൾട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ LED 3 വോൾട്ട് ആയതുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി റെസിസ്റ്റൻസ് കൊടുത്തു. ചെറിയ വോൾട്ടാണെങ്കിൽ നേരിട്ട് കൊടുക്കാം. ഈ സർക്യൂട്ടിന് സപ്ലൈ വോൾട്ടേജ് ബാറ്ററി കാണിച്ചിരിക്കുന്നു. ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. തുടക്കക്കാർ PCBയിൽ ചെയ്ത് പഠിക്കുന്നതിന് മുമ്പായി ഇത്തരത്തിലുള്ളൊരു ബ്രെഡ് ബോർഡ് വാങ്ങുന്നതായിരിക്കും നല്ലത്. ബ്രെഡ് ബോർഡ് എന്ന് പറയുമ്പം ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് പാർട്സൊക്കെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാൻ കഴിയും. റെസിസ്റ്റർ ആണെങ്കിലും ഒരു റെസിസ്റ്റർ എടുത്തിട്ട് ജസ്റ്റ് ഇതിനകത്ത് സർക്യൂട്ടിനനുസരിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും. ഇതിൽ ഈ 2 അറ്റം എൻഡ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത് പോസിറ്റീവ് ലൈൻ. ഇതിങ്ങനെ കണക്റ്റഡാണ് മുഴുവൻ. എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഒന്ന് നെഗറ്റീവ് ലൈൻ, അതുപോലെ ഈ വശത്തുമുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഒരു വശത്ത് പോസിറ്റീവ് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. ജസ്റ്റ് പവർ സപ്ലൈ നമ്മൾ ഇവിടെ ഒരു പിന്ന് വെച്ച് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈൻ മൊത്തം കിട്ടും. അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. പിന്നെ വാങ്ങേണ്ടത് നിങ്ങളിങ്ങനത്തെ കണക്റ്റേഴ്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ, ഇതുപോലെ എൻഡിൽ പിന്നുകൾ കിട്ടും വാങ്ങാൻ. ഇതും 2 ടൈപ്പും കുറച്ച് സ്റ്റോക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കണക്ഷനൊക്കെ കൊടുക്കാൻ എളുപ്പമായിരിക്കും. സപ്പോസ് ഇപ്പോൾ നമ്മൾ 555 IC ആണെങ്കിൽ ഇതാണ് 555 IC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് കാണാം നമുക്ക് അറ്റത്ത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് പിൻ നമ്പർ 1. പിന്നെ 1 2 3 4 5 6 7 8 പിൻ IC. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിനകത്തേക്ക് നിങ്ങളിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കായി. ഇനി നമുക്ക് ഓരോ കണക്ഷൻ ആ സർക്യൂട്ടിൽ കൊടുത്തതിനനുസരിച്ച് പിൻ നമ്പർ 1 ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഗ്രൗണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നേരിട്ടൊരു ജമ്പർ വയർ എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് കിട്ടി. അതുപോലെ 8 പോസിറ്റീവ് ആണെങ്കിൽ ഇവിടുന്ന് ഈ 5 ഹോളും നമുക്ക് യൂസ് ചെയ്യാം. ഈ ഓരോ പിന്നിനും 5 ഹോൾസ് വീതം നമുക്കിങ്ങനെ കിട്ടും. ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല. ഇങ്ങോട്ട് ഇതിങ്ങനെയാണ് സ്ട്രെയിറ്റ് ആണ് വരുന്നത്. സൈഡിൽ മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഇത് പ്രകാരം ഞാൻ കൊടുത്ത സ്കിമാറ്റിക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കിമാറ്റിക് നെറ്റിൽ നിന്ന് കിട്ടും. അതിനനുസരിച്ച് ഇങ്ങനെ ഓരോന്നും കൈ കൊണ്ട് കൊടുത്തതിന് ശേഷം ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ LED ബ്ലിങ്ക് ചെയ്യണം. അതാണ് ഇപ്പോൾ നമ്മൾ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ എല്ലാം വയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ബോർഡൊന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനാണ് കാണിച്ചു തന്നത്. പിന്നെ റെസിസ്റ്റൻസിൻ്റെയൊക്കെ വാല്യൂ ഓരോന്ന് മാറ്റി നോക്കാം. അതിന് ഞാൻ എന്ത് ചെയ്തു, വാല്യൂ മാറ്റാൻ വേണ്ടി 2 പിന്നെടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നു. ഇതാ ഇവിടെ ഇങ്ങനെ കൊടുക്കുക. അത് ഇതിനിടയ്ക്ക് എനിക്ക് റെസിസ്റ്റൻസ് വെച്ച് നോക്കാമല്ലോ. എന്നിട്ട് വാല്യൂ ഇത് ഒരെണ്ണം 100K ആണ്. അപ്പോൾ സീരീസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് 100, 200, 300K വന്നു. ഒരു 300K കൊടുത്ത് നോക്കാം. സർക്യൂട്ടിൽ പിൻ നമ്പർ 6 വരുന്ന സ്ഥലത്ത് അവിടേക്കാണ് വയർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്തു വരുമ്പോൾ അത് പഠിച്ചോളും. എന്നിട്ട് പവർ സപ്ലൈ കൊടുക്കുക. പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LED ബ്ലിങ്ക് ചെയ്യുന്നു. ഇനി കപ്പാസിറ്ററിൻ്റെ വാല്യൂ മാറ്റി നോക്കാം, നമുക്ക് റെസിസ്റ്ററിൻ്റെ വാല്യൂ മാറ്റി നോക്കാം. എന്ത് സാധനങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യം കഴിഞ്ഞാൽ അതുപോലെ എല്ലാം റിമൂവ് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് പാക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ കഴിയും. ഇനി ഇതിൻ്റെ വാല്യൂ ഞാൻ പഴിച്ചിട്ട് ഡിസ്കണക്റ്റായി. അപ്പോൾ വാല്യൂ ഒന്നും കൂടെ ഒരു റെസിസ്റ്റർ കൂടെ കൊടുത്തിട്ടൊന്ന് വർദ്ധിപ്പിച്ച് നോക്കാം എന്താ സംഭവിക്കുന്നത്. സ്ലോ ആയി, വളരെ സ്ലോ ആയില്ലേ. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് കാണിച്ചു തരാൻ വേണ്ടി സൗകര്യത്തിന് ചെയ്തെന്നുള്ളൂ. ഇനി അല്ലാതെ നേരിട്ട് കൊടുത്താൽ കുറച്ച് ഫാസ്റ്റായി. ഇത് വേണ്ട, നേരിട്ട് വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റായി. ഇങ്ങനെ നിരവധി പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുന്ന IC ആണ് 555 IC എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റിൽ 555 IC
സർക്യൂട്ട് ബ്ലിങ്കർന്നോ അല്ലെങ്കിൽ എന്ത് വേണം ടൈപ്പ് ചെയ്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്കിമാറ്റിക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഓരോന്നും ഇത്തരത്തിലുള്ള ബ്രെഡ് ബോർഡ് വെച്ചിട്ട് പരിശീലിക്കുക. അടുത്ത സ്റ്റേജ് അതായിരിക്കണം. ഇത് കഴിഞ്ഞാൽ നമുക്കിനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല സർക്യൂട്ടുകളൊക്കെ പരിചയപ്പെടുത്താം. ഇതൊരു സ്റ്റാർട്ടിങ്, ആ തുടക്കക്കാരന് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ശേഷം മറ്റു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.